രാവിലെ കോട്ടയത്തെ നഗരമധ്യത്തിൽ വിജയകുമാർ മീര എന്ന പേരുള്ള ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. നാട്ടിലെ അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് ഇവർ. ബിസിനസ്സുകാരാണ് വിജയകുമാർ, ഡോക്ടറാണ് മീര. ഇവരുടെ ഒരു വലിയ വീട്ടിൽ ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസം. ഒരു മകളുള്ളത് അമേരിക്കയിലാണ്. ഇവരുടെ ഒരു മകൻ 5 വർഷം മുമ്പ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അത് ആത്മഹത്യയാണെന്നായിരുന്നു അന്ന് പോലീസ് കണ്ടെത്തിയത്. ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ടേ കേൾക്കുന്ന ഒരു വാർത്തയാണ് കോട്ടയത്ത് ദമ്പതികൾ ക്രൂരമായി കൊല്ലപ്പെട്ടു എന്ന്. മുന്നേ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള അമിതാണ് കൊലയുടെ പിന്നിൽ എന്നാണ് ഇപ്പൊ നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച്. എന്നാൽ അതിനൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പ്രതിയെ ഇതുവരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുമില്ല. 2017 ഈ ദമ്പതികളുടെ മകൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു മരണം പോലീസുകാർ ആത്മഹത്യയായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ പറയുന്ന കുടുംബം കോടതിയിൽ പോവുകയും ഇത് കൊലപാതകമാണ്, ഇത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും പറഞ്ഞിട്ടൊക്കെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊരു വിധിയും വന്നിട്ടുണ്ടായിരുന്നു CBI കൊണ്ട് അന്വേഷിപ്പിക്കാനായിട്ട്. എന്തായാലും നിലവിൽ ആ ഒരു ഓർഡർ വന്നിട്ട് ഒരു മാസം ആയപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരുടെയും ജീവന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മരണത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ശരിക്കും ഈ അന്യസംസ്ഥാന തൊഴിലാളി എന്ന് പറയുന്ന ഈ അമിത്, അവനെ ഓൾറെഡി അവന്റെ പേരിൽ ഇവർ പോലീസ് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന വിജയകുമാർ എന്ന് പറയുന്ന ഒരാളുടെ മൊബൈൽ എടുത്തിട്ട് എന്തോ പൈസ തട്ടാനായിട്ടുള്ള ശ്രമമോ അങ്ങനെയുള്ള എന്തൊക്കെയോ ഉടായ്പ പരിപാടികൾ കാണിച്ച് പുള്ളി കൈയോടെ പൊക്കി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഇവരെ പോലീസ് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവ ഈ അടുത്ത് ജാമ്യത്തിലൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതെല്ലാം കൂടിയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മരണത്തിന്റെ പിന്നിലുണ്ട്. കോട്ടയത്ത് അറിയപ്പെടുന്ന ഒരു ഫാമിലിയാണ്, പ്രത്യേകിച്ച് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് വലിയൊരു ഓഡിറ്റോറിയമാണ്. ആ ഓഡിറ്റോറിയത്തിന്റെയൊക്കെ ഓണറാണ്. എന്തായാലും വല്ലാത്തൊരു സംഭവമായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ കോട്ടയത്തിന് ഇത് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം കോട്ടയത്ത് ഷൈനിയുടെ ഒരു ന്യൂസ് എടുത്തു കഴിഞ്ഞാലും ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്ന ജിസ്മോളുടെ ഒരു വാർത്ത എടുത്തു കഴിഞ്ഞാലും വളരെ സങ്കടകരമായിട്ടുള്ള കുറെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മിക്കല്ല് വീടിന്റെ ഗേറ്റ് വാതിലിന്റെ വാതിക്കൽ CCTV കൊണ്ടുപോയി. CCTV ഡിസ്ക് എടുത്തു. വേറെ നിലവിൽ ഇൻക്വസ്റ്റ് എപ്പം കഴിയുന്നില്ല. ഇൻക്വസ്റ്റ് നടത്താനായിട്ട് ഇപ്പം ഫോറൻസിക്കും ഡോസ് കാർഡും ഒക്കെ വരണം. ഇപ്പൊ SP വന്നിട്ടുണ്ട്. അത് കഴിയാതെ ഇൻക്വസ്റ്റ് നടത്താൻ പറ്റത്തില്ല. പോലീസ് ഉണ്ട്. അപ്പം പോലീസ് ഇപ്പൊ ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അത് ഇങ്ങനെ ആൾക്കാർ പറയുന്നതാണ്. അവരെ ഒരു ആസാംകാരെ ഒരുത്തൻ ഇവിടെ ജോലിക്ക് നിന്നിരുന്നു. അവൻ്റെ ഇവരുടെ മൊബൈൽ അവൻ മോഷ്ടിച്ചു. ആ മോഷ്ടിച്ചതിൻ്റെ പുറത്ത് പിന്നെ പറഞ്ഞു വിട്ടു. ഒരു ദിവസം പകൽ ഇവിടെ വന്ന് ഈ ഗേറ്റ് ചാടിക്കിടന്ന് വിഷയം ഉണ്ടാക്കി. ആ പോലീസ് പിടിച്ചോണ്ട് പോയി. അത് അങ്ങനെ കിടക്കുന്നു. അത് കൂടാതെ വേറൊരു കേസ് കിട്ട ഇവരുടെ വീട്ടുകാർ പറയുന്നുണ്ട്. ഈ പുള്ളിയുടെ മകൻ മരിച്ചായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ CBIക്ക് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളായിരുന്നു. അവസാനം CBIക്ക് കേസ് വിട്ടു. ഇപ്പോൾ അത് ലാസ്റ്റ് ലാപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഉള്ള രീതി, അതിൻ്റെ അന്വേഷണ കാര്യങ്ങൾ CBIക്ക് കേസ് കൊടുക്കുന്നതിനെതിരെ അല്ല, ഈ വിജയകുമാർ അതിന് സപ്പോർട്ടായിരുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ നീക്കി ആ പുള്ളി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് ആൾക്കാരുടെ പറച്ചിലാണ്. നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല. അതായത് അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന അമിത് എന്ന് പറയുന്നവൻ ഈ അടുത്തും അവിടെ മതിൽ ചാടി വീട്ടിൽ വരികയും പിന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു പുള്ളി പറയുന്നത്. ഈ പുള്ളി മുൻ കൗൺസിലർ എങ്ങാണ്ടാണ്. എന്തായാലും അത് മാത്രമല്ല, ഈ ഒരു മരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ മകന്റെ മരണവുമായിട്ട് എന്തെങ്കിലും കണക്റ്റഡ് ആണോ എന്നുള്ള രീതിയിലുള്ള സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, CBIയുടെ ഓർഡർ വന്ന ആ ഒരു ഡേറ്റും രണ്ടും കറക്റ്റായിട്ടുള്ള ഒരേ ഡേറ്റിൽ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. സോ ഇതിന് നല്ല വിശദമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ശരിക്കും പറഞ്ഞാൽ വരേണ്ടത്. ഇനി ഈ 2017 ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് അഡ്വക്കേറ്റ് സംസാരിക്കുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. 2017 ജൂൺ 3 വിജയകുമാറിന്റെ മകൻ ഗൗതം വിജയകുമാറിനെ കോട്ടയത്തെ കാരിദാസ് ആശുപത്രിയുടെ സമീപത്തുള്ള റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കാണുന്നത്. പക്ഷേ റെയിൽവേ ട്രാക്കിൽ മരിക്കുമ്പോൾ ഈ അദ്ദേഹത്തിന്റെ കാറിൽ, കുറെ ദൂരം മാറ്റിയിരുന്ന കാറിൽ രക്തകറ കണ്ടിരുന്നു. അങ്ങനെയാണ് ഈ വിജയകുമാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, 2019 ഈ 17 മകൻ മരിക്കുന്നു. അതും സംശയകരമായ സാഹചര്യത്തിൽ 2019 അന്വേഷണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിജയകുമാർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ കേസ് നടത്തിയത് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൂടിയായ ആസഫ് അലിയാണ്. അദ്ദേഹം ഇപ്പൊ എന്നോടൊപ്പം ഉണ്ട്. കാരണം കേരള പോലീസിന്റെ കണ്ടെത്തലിൽ അത് സ്വയം ഉണ്ടാക്കിയ പരിക്കാണെന്നാണ്. അപ്പോൾ കോടതി കണ്ടെത്തി സ്വയം ഒന്നിൽ കൂടുതൽ പരിക്കുണ്ടാക്കാൻ പറ്റില്ല കഴുത്തിന്. അപ്പോൾ അതൊരിക്കലും ആത്മഹത്യയല്ല. ആ ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന ശരിയായ കണ്ടെത്തലാണ് ഹൈക്കോടതി CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ആ CBI അന്വേഷണത്തിന് വേണ്ടി 5 കൊല്ലം നിയമപോരാട്ടം നടത്തിയ ഒരാളാണ് വിജയകുമാറും അദ്ദേഹത്തിൻ്റെ പത്നിയും. സ്വന്തം മകൻ്റെ
ഘാതകന്മാരെ കണ്ടുപിടിക്കാൻ നിയമയുദ്ധം നടത്തിയതിൻ്റെ പേരിൽ സ്വയം ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന ദാരുണമായ സംഭവമാണ്. വിശദമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ ഒരു സംഭവത്തിൽ വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് ഒരിക്കലും ഒരാളുടെ സഹായം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഈ അമിത് എന്ന് പറയുന്ന ഒരുത്തൻ്റെ പേര് പറയുന്നുണ്ട്. ഇവൻ ഈ ഫ്രണ്ടിലത്തെ ഡോറ് സ്ക്രൂ ഡ്രൈവർ വെച്ച് തുറന്നിട്ടെങ്ങാണ്ടാണ് കയറിയിട്ടുള്ളത്. എന്നിട്ട് അവിടെ അമ്മിക്കല്ല് കൊണ്ടുവച്ച് അത് പൊളിക്കാനായിട്ട് ശ്രമിച്ചിട്ട് ആ ഒരു കാര്യം പരാജയപ്പെട്ടിട്ട് ഇവൻ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ആ ജനൽ തുറന്ന് അതുവഴിയാണ് അകത്ത് കയറിയിരിക്കുന്നത്. അകത്ത് കയറിയ സമയത്ത് ഈ വിജയകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമേ ഇവൻ കൊലപ്പെടുത്തുന്നത്. അതിന്റെ സൗണ്ട് കേട്ടിട്ടാണ് ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഇറങ്ങി വരികയും ഭാര്യയും കൂടെ ഇവൻ കൊലപ്പെടുത്തുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമിത് എന്ന് പറയുന്നവൻ ഈ ഒരു രീതിയിലുള്ള മോഷണങ്ങളും അവിടെ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഇവർ ധരിച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊന്നും ഇവൻ എടുത്തുകൊണ്ട് പോയിട്ടുമില്ല. അപ്പം ശരിക്കും എന്തായിരിക്കും ഈ ഒരു കൊലയുടെ പിന്നിലെ ലക്ഷ്യം? നമുക്ക് ജസ്റ്റ് ചിന്തിച്ച് നോക്കാന്നേ ഉള്ളൂ. അപ്പം ഇതൊരു മോഷണ ശ്രമമോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പം ഈ ഒരു അമിത് എന്ന് പറയുന്നവനെ സംബന്ധിച്ച് ഇവൻ ഈ പറയുന്ന പോലെ പൈസ തട്ടിപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന മൊബൈൽ മോഷണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. അപ്പം അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കാശാണ്. മനസ്സിലായില്ലേ? അന്നേരം ഇവൻ ഇങ്ങനെയുള്ള ഒരു കുറ്റം ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇവൻ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വീട്ടിൽ നിന്ന് മോഷ്ടിക്കും. അതാണ് ഇതിന്റെ ഒരു രീതി. പക്ഷെ ഇവിടെ ഇവൻ അങ്ങനെയുള്ള ഒരു മോഷണ ശ്രമങ്ങളും കാര്യങ്ങളും നടത്തിയിട്ടില്ല. അപ്പം ശരിക്കും ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും ഈ ഒരു മകന്റെ കൊലപാതകമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്നാണ് ശരിക്കും ഇതിനകത്ത് അന്വേഷിക്കേണ്ടത്. എന്തായാലും ബാക്കിയോടെ കേട്ടു നോക്കാം. വിശദമായ അന്വേഷണം ഇതിൽ ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും ഒരു സംശയം, അതായത് വിജയകുമാറിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഈ മകൻ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നു, കാറിൽ രക്തക്കറ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സംശയങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തുകൊണ്ടാണ് അദ്ദേഹം CBI അന്വേഷണം ആവശ്യപ്പെട്ട് താങ്കളെ സമീപിച്ചത്? രക്തക്കറയല്ല, മകൻ്റെ കാറ് നിറയെ രക്തമായിരുന്നു, ഫ്രണ്ടിലും പിന്നിലും ഡോറിലും എല്ലാം. അപ്പം അത്ര ഗുരുതരമായ പരിക്ക് പറ്റിയ ഒരാൾക്ക് കാറിന്ന് 204 മീറ്റർ ദൂരെയുള്ള റെയിൽവേ ട്രാക്കിൽ നടന്നു പോകാൻ പറ്റില്ല. അപ്പൊ CBI കൊണ്ട് അന്വേഷിക്കാനുള്ള ഒരു പ്രധാന കാരണം ഇതായിരുന്നു. ഇനി ഈ ഒരു വിഷയത്തിൽ പോലീസ് ഓഫീസർ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതും കൂടി കണ്ടുനോക്കാം. അതാ പറഞ്ഞത്, നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട്. എത്രയും വേഗം പ്രതിയെ പിടിക്കും. പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തരാം. അമിതും അമിത്തിന്റെ ഭാര്യയും ഇവിടെ ജോലി നോക്കിയിരുന്നു പറയുന്നുണ്ട്. രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ? ജോലിക്കാരി കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെ കുറിച്ചിട്ടൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇല്ല, കസ്റ്റഡിയിൽ പ്രതികളൊന്നും കസ്റ്റഡിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെയും പറയാറായിട്ടില്ല. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഉടനെ പിടിക്കും. മകൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് 2018 സംഭവിച്ച ഒരു മരണമായിരുന്നു. അതെ, അദ്ദേഹം തന്നെ ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് കേസ് നടത്തി അത് CBIക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കേസ് ഫയൽസ് എല്ലാം CBIക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വിവരങ്ങളും നമ്മൾ CBIനെ ധരിപ്പിച്ചിട്ടുണ്ട്. സൂചന രാത്രിയിലാവാനാണ് മോസ്റ്റ് പ്രോബബിലിറ്റി. DVR ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അപഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ മകൻ മരിച്ചതുമായിട്ട് ഇതുമായിട്ട് വലിയ ബന്ധം ഇല്ലാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോലീസ് ഓഫീസർ സംസാരിക്കുന്നത്. ശരിക്കും അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. ശരിക്കും ഇത് അന്വേഷിക്കുക തന്നെ വേണം. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന അന്യ സംസ്ഥാന തൊഴിലാളിയാണ് ചെയ്തെങ്കിൽ പോലും എന്ത് സുരക്ഷിതയാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഇതിപ്പോൾ ആര് കൊല ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു കൊലപാതകം തന്നെയാണിത്. ആ ഒരു CCTVയുടെ DVR ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണ്. പിന്നെ അത് മാത്രമല്ല, ആ ഒരു വീട്ടിൽ കയറുന്ന സമയത്ത് പട്ടികൾ കുരച്ചിട്ടില്ല. പട്ടികൾക്ക് മനഃപൂർവ്വം മരുന്ന് കൊടുത്ത് പട്ടികളെ ബോധം കെടുത്തി. പിന്നെ ആ വീട്ടിലൊരു സെക്യൂരിറ്റി ഉണ്ട്, പുള്ളിക്കാരനാണെങ്കിൽ കണ്ണിന് കാഴ്ച കുറവാണെന്ന് പറയുന്നുണ്ട്. ആ ഒരു വ്യക്തി റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പം ഇതെല്ലാം ഭയങ്കര ദുരൂഹത തന്നെയാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയത്തിൽ അന്വേഷിക്കേണ്ടത്. ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അമിത് എന്ന് പറയുന്നവനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഇവൻ എന്തിനായിരുന്നു ഫോൺ എടുത്തതും ഫോൺ എടുത്തിട്ട് ഇവൻ പൈസ തട്ടാനായിട്ടുള്ള ശ്രമം നടത്തിയതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വാർത്തയിൽ പറയുന്നുണ്ട്. നമുക്കതും കൂടി കേൾക്കാം. ഉള്ളത് ചെറിയ വളർത്തുന്നതാണ്. അത് അവശ്യ നിലയിലുമാണ്. മുൻപ് ഇവിടെ ജോലി ചെയ്തിരുന്ന അമിത് എന്ന ആള് അസം സ്വദേശി ഈ വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് എടുക്കുകയും ഇയാൾ അറസ്റ്റിലാകുകയും ചെയ്തിരുന്നു. അടുത്തിടെ ഇയാൾ ഈ കേസിൽ റിമാൻഡിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇയാൾക്ക് ഈ കേസുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ ഈ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നുള്ള സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുകയും പോലീസ് അക്കാര്യം പരിശോധിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അസം സ്വദേശി അയാൾ ഈ മതിൽ ചാടി കടന്ന് വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായും അയൽവാസികൾ ചിലർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവൻ മതിൽ ചാടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ പോലീസുകാരെ വിളിച്ച് അറിയിപ്പിച്ചു, ഇവനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു.
അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ അവിടെ ഈ വീട്ടിൽ ഓൾറെഡി നടന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവന്റെ കൂടെ ഇവന്റെ വൈഫും അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയണത്. ശരിക്കും എന്തൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ട്. ഇനിയിപ്പോൾ മേ ബി ഇവനെയൊക്കെ ആരെങ്കിലും മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ആ വീട്ടിൽ കയറ്റിയതാണോ, ഇനി ഇവൻ ഈ ഒരു അതായത് ഇങ്ങനെയുള്ളൊരു കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുള്ളൊരു സംശയങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു മകന്റെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ടും കുറച്ച് ദുരൂഹതകളുള്ള സാഹചര്യത്തിൽ ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ സംഭവം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങളുടെ ഹാർഡ് ഡിസ്കുകൾ അടക്കം ഈ കൊലപാതകി കൊണ്ടുപോയിട്ടുണ്ട്. കൂടാതെ സ്വർണ്ണാഭരണങ്ങളൊന്നും ഈ മൃതദേഹങ്ങളിൽ നിന്നും നഷ്ടമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകം നടത്തുക എന്നുള്ള ആസൂത്രണത്തോടെ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടു കൂടി മാത്രം നടത്തിയൊരു കൃത്യമാണ് എന്ന് പോലീസ് പറയുന്നു. മോഷണം എന്നുള്ള കാര്യം ഇതിൽ ലക്ഷ്യം വെച്ചിട്ടില്ല. എന്തായാലും മുമ്പ് ഈ മോഷണം എന്ന് പറയുന്ന ഒരു കാര്യം ഇതിൽ ലക്ഷ്യം വെച്ചിട്ടില്ല. ഇതിൽ കൊല നടത്തുക എന്നുള്ളത് മാത്രമായിരുന്നു മോട്ടീവ്. അപ്പം അന്നേരമാണ് ഞാൻ പറഞ്ഞത്, ഈ ശരിക്കും ഈ അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഇത് ചെയ്തതെങ്കിൽ ഒബിയസ്ലി അവൻ എന്തായി കഴിഞ്ഞാലും എന്തെങ്കിലും സ്വർണ്ണോ കാര്യങ്ങളോ അവൻ അടിച്ചു മാറ്റാനേ ശ്രമിക്കത്തുള്ളൂ. ഇതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം നിലവിൽ പോലീസുകാർ ഉൾപ്പെടെ എല്ലാവരും വന്ന് പറയണത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് സംശയിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിലുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കറക്റ്റായിട്ടുള്ള അതായത് ഈ CBIയുടെ FIR റിപ്പോർട്ട് ഇട്ട ഡേറ്റ് ഉൾപ്പെടെ നമ്മുടെ ഡോക്ടർ ഭാസ്കർ എന്ന് പറയുന്ന ഒരു ചാനലിൽ പുള്ളിക്കാരൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് നടക്കത്തില്ല. അതുകൊണ്ട് ഈ വിജയകുമാർ അങ്കിളും പുള്ളിക്കാരന്റെ മരിച്ചുപോയ ഭാര്യയും ഈ രണ്ടുപേരും കൂടെ ഹൈക്കോടതിയെ സമീപിക്കുകയും WPC 445/2019 കേസ് ഫയൽ ചെയ്യുകയും ഹൈക്കോടതിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി വരികയും ചെയ്തു. ഇത് CBI കൊണ്ട് അന്വേഷിക്കണം എന്നുള്ളത്. ഇതിനകത്ത് ഏറ്റവും നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ മാസം 22-ന് ആയിരുന്നു ഈ CBI രജിസ്റ്റർ എൻട്രി നടന്നത്. ഒരു മാസത്തിന് ശേഷം ഇവരെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഉപരി ഇവരെ കൊന്നത് എനിക്ക് തോന്നുന്ന വലിയ പിടിപാടും സാമ്പത്തിക ശേഷിയും ഉള്ള ആൾക്കാരായിരിക്കണം ഇവരെ കൊന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി. കാര്യം കണ്ടോ, അതായത് ആ രജിസ്റ്റർ എൻട്രിയുടെ ഡേറ്റ് നിങ്ങൾ കണ്ടില്ലേ? ആ ഡേറ്റും ഈ ഒരു ഡേറ്റും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. കഴിഞ്ഞ മാസം ഇതേ സമയത്തായിരുന്നു ആ ഒരു ഓർഡർ വന്നതും ഈ ഒരു സമയത്ത് അവർ മരണപ്പെടുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ തീർച്ചയായിട്ടും ദുരൂഹതയുണ്ട്. കാര്യം ഇതിന്റെ പിന്നിൽ ആരോ നിന്ന് കളിക്കുന്നത് പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. കേൾക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു കേസിന്റെ അന്തിമ വിധി എന്തായിരിക്കും വരുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നിലവിൽ ഈ ഒരു നിമിഷം വരെ ഈ അമിത് എന്ന് പറയുന്ന ഇവനെ പോലീസുകാർ പിടിച്ചിട്ടില്ല. ഇവൻ കസ്റ്റഡിയിലാണെന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് വ്യാജ വാർത്തകളുണ്ട്. നിലവിൽ അങ്ങനെ ഒരു സംഭവമില്ലെന്ന് പോലീസുകാരൻ തന്നെ വന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.